അയാളൊരു സെക്ഷൽ പെർവെർട്ടഡായ മനുഷ്യനാണ്. ഞാൻ എൻ്റെ അഭിപ്രായം തുറന്നു പറയാം. സെക്ഷുവലായി പെർവെർട്ടഡാണ് അയാൾ. അവനെ ചെയ്യേണ്ടത് ചെവിക്കുറ്റിക്ക് രണ്ടടിയും കൊടുത്തിട്ട് മാനസിക ആശുപത്രി കൊണ്ട് അവനെ ആക്കണമെന്ന് എൻ്റെ അഭിപ്രായം. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഇത്രയും പൊതുപ്രവർത്തനമായിട്ട് നടക്കുന്നവൻ, ഒരു ദിവസം എത്രയോ കേസുകൾ തീർക്കുന്നവൻ, മധ്യസ്ഥ വഹിക്കുന്നവൻ, 100% ബോധ്യത്തോടെ പറയുന്നവനെ രണ്ടടി ചെവിക്കുറ്റി വെച്ച് കൊടുക്കണം. എന്നിട്ട് മാനസിക രോഗ ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ചെയ്യണം അവനെ. അവന് 2 ആഴ്ച മാനസിക ആശുപത്രി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ അവൻ നന്നായി വരും. നല്ല ചെറുക്കനാണ്, നശിച്ചു പോയി, പെർവെർട്ടഡായി, സങ്കടകരമാണ്. അവനെ ഇങ്ങനെ കയറോട് വിടാൻ പാടില്ല. കോൺഗ്രസ് പാർട്ടി ഡിസ്മിസ് ചെയ്തു. കോൺഗ്രസ് പാർട്ടി ചെയ്ത കുറ്റപ്പെടുത്തില്ലേ? പക്ഷേ ഡിസ്മിസ് കൊണ്ട് അവൻ നന്നാവുന്നില്ല. MLA സ്ഥാനം ഇപ്പോൾ പോവും, നിയമസേന കളയാം, അതുകൊണ്ട് അവൻ നന്നാകുന്നില്ലല്ലോ. ഒരു വ്യക്തിയായി ഞാൻ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി. ഒന്നാലോചിച്ച് നമ്മുടെ വിധി, രാഹുൽ മാങ്കൂട്ടത്തിൽ വൃത്തികേട് കാണിച്ചതിന് സപ്പോർട്ട് ചെയ്തതിന് വേണ്ടി രാഹുൽ ഈശ്വർ അവൻ ജയിലിൽ കിടക്കുക, പൂക്കൃത്യം കാണിച്ച് റോഡിൽ കൂടെ നടക്കുക. ഈ വിധിയെ ഒന്ന് ആലോചിച്ച്. രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചാൽ ശരിയാന്ന് പറഞ്ഞതിൻ്റെ പേരിൽ രാഹുൽ ഈശ്വർ ജയിലിൽ കിടക്കുക. ഇപ്പോഴും ജയിലില്ല, ജാമ്യമില്ല. അത് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്ന ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. സുഖമായിട്ട് ഇങ്ങനെ നടക്കുക. ഒന്നാലോചിച്ച്. പെട്ടുപോയി. എനിക്ക് ചിരി വന്നു. അല്ല, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അവൻ ചെയ്ത പാപം ഇവൻ കുഴപ്പക്കാരനല്ലെന്ന് പറഞ്ഞതുള്ള അവനകത്ത് കിടക്ക്, നീ ഓടിക്കോളെ. എന്തൊരു കഷ്ടകാല.